ഹായ് ഹലോ ഡോൾബി ബ്ലോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ വ്രതങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു വ്ളോഗ് ചെയ്യണം, ടെമ്പിളിൻ്റെ ഒരു വ്ളോഗ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്താണെങ്കിലും ഇപ്പോഴാണ് എനിക്ക് അതിന് സാധിച്ചത് കേട്ടോ. മറ്റെവിടെയല്ല, കുറേ ഹിസ്റ്റോറിക്കൽ മിത്തോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലം, ഒരു പ്രതിഷ്ഠയും അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നിട്ടുള്ള ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചിട്ടും ചെറുതായിട്ട് എൻ്റെ എളിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. ഓക്കെ, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലാണ്. തിരുവില്ലാമലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വില്ലാദ്രിനാഥ ക്ഷേത്രം എന്നാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ അർത്ഥം പറയുന്നത് വില്ലിൻ്റെ മല എന്ന അർത്ഥത്തിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറയപ്പെടുന്നു. പുരാണ കഥകൾ പ്രകാരം ശ്രീരാമൻ വില്ലുകൊണ്ട് മല തുരന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഒരു വിശ്വാസം. പിന്നെ തിരുവില്ലാമല ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നുണ്ട്. ചരിത്ര പഠനങ്ങൾ പ്രകാരം ഈ ക്ഷേത്രം ഏകദേശം 1000 മുതൽ 1500 വർഷം വരെ പഴക്കമുള്ളതാണ്. അതുമാത്രമല്ല, ചില ചരിത്രകാരന്മാർ ഇതിനെ പറ്റിയിട്ട് 8-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ആരാധന നടന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ ക്ഷേത്രം ഞാൻ ഇടയ്ക്ക് സന്ദർശിക്കുന്നതാണ്. വല്ലാത്തൊരു നമുക്ക് ഒരു അറ്റ്മോസ്ഫിയറിക് ആയിട്ടൊരു ഭയങ്കര ഒരു കാംനെസ് നമുക്ക് ഇവിടെ നിന്നൊരു പ്രത്യേകത കിട്ടുന്നുണ്ട്. കാരണം പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഈ വീഡിയോയിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഞാനിപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് ഇവിടെ മറ്റൊരു പ്രതിഷ്ഠയാണ്. ഈ അമ്പലത്തിന് ഏറ്റവും മലമുകളിലുള്ള അമ്പലമായാലും കയറിയ ഒരു വലത് സൈഡിലായിട്ട് ഒരു ആൽത്തറയ്ക്ക് താഴെ നമ്മുടെ ഹനുമാൻ്റെ പ്രതിഷ്ഠ ഇരിപ്പുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ആലിൻ്റെ ചുറ്റും 2-3 ചെറിയ സർപ്പങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മല കയറുന്ന സമയത്ത് ഈ പ്രതിഷ്ഠയോട് കൂടി തന്നെ ചുറ്റും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം നമുക്കൊരു ആംബിയൻസാണ് അവിടെ കിട്ടുന്നത്. കൂടാതെ നല്ല രീതിയിൽ ഒരു കാറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ നേച്ചറൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് ജസ്റ്റ് 5 to 10 മിനിറ്റ്സ് അവിടെ വന്നിരുന്നാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഓക്കെ, അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അമ്പലത്തിന് തൊട്ട് താഴെ ഒരു മല കയറി മെയിൻ പ്രതിഷ്ഠ കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോഴും ഇതുപോലെ കുറേ അമ്പലങ്ങൾ, നമുക്ക് ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാൻ സാധിക്കും. അതിൽ നാഗന്മാരുടെ പ്രതിഷ്ഠ, സർപ്പക്കാവ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രതിഷ്ഠയുണ്ട്. അതിന് ചുറ്റും ആൽത്തറയ്ക്ക് താഴെ ആളുകൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ കുറേ ചെറിയ കല്ലുകളെല്ലാം അടുക്കും. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, പ്രതിഷ്ഠ ഒരിക്കലും വീഡിയോ എടുക്കരുത്, ബാക്കി നിങ്ങൾക്ക് ചുറ്റും അമ്പലവും മറ്റു പ്രദേശങ്ങളൊക്കെ കാണാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീരാമനാണ്. വില്ലാദ്രിനാഥൻ എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്നത്. സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ എന്നിവരുടെ സാന്നിധ്യം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെമ്പിൾ കണ്ടു താഴെ. ഇത് നമുക്ക് മെയിൻ ടെമ്പിളിൻ്റെ കുറച്ച് താഴെ. ഇതിനകത്ത് ചുറ്റും ഈ നാലമ്പലം ആയതുകൊണ്ട് ചുറ്റും നടന്നു പോകുമ്പോൾ പല രീതിക്കും താഴോട്ട് സ്റ്റെപ്പുകൾ കാണാം. അതിനകത്ത് താഴെ സർപ്പക്കാവ്, അതുപോലെ മറ്റ് പ്രതിഷ്ഠകൾ എല്ലാം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പിന്നെ നമുക്കിവിടെ വഴിപാടുകളോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ കൗണ്ടേഴ്സും ഉണ്ട്. അതിനകത്ത് വരുന്ന പല നിവേദ്യം, അതുപോലെ തന്നെ നെയ്യ്, നാളികേരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട വഴിപാടിൻ്റെ എല്ലാമാണ്. അതുകൂടാതെ ശ്രീ ഗുരുവായൂരപ്പൻ ആലെന്ന് പറഞ്ഞിട്ടൊരു പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ഓക്കെ, ഇത് ഗുരുവായൂരിലുള്ള ആൽമര നമുക്ക് കണ്ടിട്ടുണ്ട്. കൃഷ്ണപ്പരുന്ത് അവിടെ ഗുരുവായൂരിലുള്ള പോലെ തന്നെ ഇവിടെയും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, ആത്മീയമായിട്ടുള്ള ശാന്തി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ധ്യാന കേന്ദ്രം കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ ഇവിടെ സന്യാസിമാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ വന്ന് ഇവിടെ താമസിക്കുമായിരുന്നു അത്രേ. അതിനുള്ള താമസ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് പറയും.
അതായത് കിഴക്ക് അഭിമുഖമായിട്ടുള്ള ഒരു ശ്രീകോവിലുണ്ട്. ചുറ്റുമതിൽ, നാലമ്പലം, മനോഹരമായിട്ടുള്ള മരകലാസൃഷ്ടികൾ എല്ലാം ചേർന്നപ്പോൾ ഒരു പൗരാണികതയുടെ ഒരു ഭാവം നിലനിൽക്കുന്ന ഒരു പ്രത്യേക ക്ഷേത്രം കൂടിയാണിത്. പിന്നെ പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന നിർമ്മാണ ശൈലി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചുറ്റുപാടും തന്നെ ഒരുപാട് പ്രകൃതിദത്തമായിട്ടുള്ള മരങ്ങൾ, ഔഷധ ചെടികളോ മറ്റു കാര്യങ്ങളോ കൊണ്ട് അലങ്കാരമായിട്ടുള്ള സാധനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഈ കല്ലുകൾ നിരത്തി വെക്കുന്ന ഒരു ഇതുണ്ട്. അതായത് വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെല്ലാം ഇവിടെ ഇങ്ങനെ ഏറ്റവും ഉയരത്തിൽ എത്രയോളം നമ്മൾ ഓടിൻ കഷ്ണങ്ങളാണോ അടുക്കി വെക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഭവനം പെട്ടെന്ന് ഉണ്ടാവുമെന്നൊരു വിശ്വാസത്തെ പ്രകാരം ഇവിടെ ഒരുപാട് പേര് ഇതെല്ലാം അടുക്കി വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഈ അരയാലയുടെ ചുവട്ടിൽ നിന്നും പോവാറുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയും ചരിത്രവും ആത്മീയതയും ഒരുമിച്ച് ചേരുന്ന അതുല്യമായിട്ടുള്ളൊരു സ്ഥലം തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രമാണ്. പാലക്കാട് സന്ദർശിക്കുന്നവർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ദൈവിക കേന്ദ്രം കൂടിയാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ചരിത്രപരവും ആത്മീയവുമായിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുകൂടാതെ ഞാൻ അവസാനം ഈ ഒരു അമ്പലത്തിൽ അവസാനം വെച്ച് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. അന്നത്തെ ദിവസം നല്ല രീതിയിലുള്ള ചെണ്ടമേളം, വാദ്യം, അതുപോലെ തന്നെ ആന എഴുന്നള്ളത്തെല്ലാം ഉണ്ടായിരുന്നു. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ അവസാനമായിട്ടൊന്ന് കേട്ടിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാവുന്ന. താങ്ക് യു.